ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ PC ഒന്ന് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. സോ അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഉള്ളിലത്തെ കോമ്പണൻസ് കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല, ചെറിയൊരു അപ്ഗ്രേഡേ ഉള്ളൂ. പക്ഷേ ഈ അപ്ഗ്രേഡ് ഒരു വലിയ അപ്ഗ്രേഡിലേക്കുള്ള ഒരു വഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. സോ ബേസിക്കലി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് തീംഡ് അല്ലെങ്കിൽ ഒരു വുഡൻ തീംഡ് സിസ്റ്റമാണ്. എനിക്കിത് കംപ്ലീറ്റ്ലി അപ്ഗ്രേഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് വൈറ്റ് തീം സിസ്റ്റം ആക്കാം, അല്ലെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീം സിസ്റ്റം ആക്കാനുള്ള ഒരു പ്ലാനിലാണ്. സോ എൻ്റെ ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ടോട്ടൽ ബ്ലാക്ക് തീംഡ് സിസ്റ്റമാണ്. എല്ലാം ഒരു ബ്ലാക്ക് തീമിലുള്ള സിസ്റ്റമാണ്. സെറ്റപ്പ് ടൂറും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് ഇടുന്നതായിരിക്കും. എന്തൊക്കെയാണ് എൻ്റെ ഉള്ളത്, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പാരൽസോ പെരിഫറൽസോ അതൊക്കെ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് വെറും അപ്ഗ്രേഡിങ് മാത്രമാണ്. സോ ഈ വൈറ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാബിനറ്റും കൂളിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എയർ കൂളറാണ്. ഒരു ഫാനും അതിൻ്റെ മേലെ ഒരു ഹീറ്റ് സിങ്കും അങ്ങനെ ആയിട്ടുള്ള ജസ്റ്റ് ഒരു എയർ കൂളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റി നമ്മളൊരു AIO അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സോ AIO എന്ന് പറയുമ്പോൾ അതൊരു ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്ന സാധനം. ഞാൻ കാണിച്ചു തരാം. ആൻടെക് എന്നൊരു കമ്പനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്യാബിനറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ ചെറിയ ക്യാബിനറ്റ് നമ്മൾ കുറച്ചും കൂടെ വലിയ ക്യാബിനറ്റിലേക്ക് പോവുകയാണ്. ഗ്രാഫിക് കാർഡൊക്കെ കറക്റ്റ് സീറ്റ് ആവുന്ന ഒരു ക്യാബിനറ്റാണ്. അതേമാതിരി തന്നെ എയർ ഫ്ലോ നല്ല അടിപൊളിയായിരിക്കും ആ ക്യാബിനറ്റിൽ. പിന്നെ അതൊരു പാനറോമിക് ക്യാബിനറ്റ് ആണ്. അതായത് ഫ്രണ്ടും സൈഡും ഒക്കെ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്, ടെമ്പർ ഗ്ലാസ് ആണ് വരുന്നത്. അങ്ങനത്തെ ഒരു ക്യാബിനറ്റിലേക്കാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. കാരണം നമുക്ക് ക്യാബിനറ്റ് ഒരു അടിപൊളി കമ്പനീൻ്റെ ക്യാബിനറ്റാണ്. അവർ അത്ര ഫേമസ് അല്ലെങ്കിലും സൂപ്പർ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റാണ്. ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ഒരു നീഡിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാബിനറ്റ് അവർ തന്നതാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ക്യാബിനറ്റ് ഏതാ. യെസ്, അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന 2 പ്രോഡക്ട്സ് ഈ കാണുന്നതാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിൾ ഗെയിമിംഗ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. നമുക്ക് ഏതായിരിക്കും നല്ലൊരു ക്യാബിനറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അവരുടെ തന്നെ ഒരു ക്യാബിനറ്റ് നമുക്ക് പ്രിഫർ ചെയ്തതാണ്. അപ്പം ഇതാണ് സർക്കിൾ ഗെയിമിങ്ങിൻ്റെ ക്യാബിനറ്റ്. ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ ഇവിടെ താഴെ എവിടെയെങ്കിലും ഇടാം, എനിക്ക് കറക്റ്റ് പേര് എൻ്റെ ഓർമ്മയില്ല. ഞാൻ ഇതിൻ്റെ പേരും ഡീറ്റെയിൽസും ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ നമ്മൾ കൂളർ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ ആൻടെക് എന്നാണ് പറഞ്ഞത്, ആൻടെക്കിൻ്റെ അല്ല, ആൻഡ് സ്പോർട്സിൻ്റെ ആണ്. സോ ഇതിൻ്റെ ഐസ് ഗ്ലോ 360 എന്ന് പറഞ്ഞിട്ടൊരു AIO ആണ്. ബേസിക്കലി ലിക്വിഡ് കൂളിംഗ് ആണ്. ഇതൊരു 360mm 3 ഫാൻ വരുന്ന ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ്. സോ ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഫിറ്റ് ആവും. എൻ്റെ പഴയ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഇത് വെക്കാനുള്ള സ്ഥലമില്ല. ഒരു 240mm റേഡിയേറ്ററും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേസിൻ്റെ ഉള്ളിലാണ്. സോ ഈ കേസ് എന്ന് പറയുമ്പം ഇതൊരു പാനറോമിക് കേസാണ്. നിങ്ങൾക്ക് കാണുന്ന മാതിരി ഇവിടെ ഗ്ലാസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഗ്ലാസ് ആണ് വരുന്നത്. സോ അതാണ് പാനറോമിക് കേസിൻ്റെ ഒരു ഭംഗി എന്ന് പറയാൻ. കാരണം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ PC-ൻ്റെ ഉള്ളിലെ കോമ്പണൻസ് ഒക്കെ കാണാം. പിന്നെ ഇതിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 1 2 3 4 ഫാൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. കേബിൾ മാനേജ്മെൻറ്റിൻ്റെ ബാക്കിൽ ഒരു സ്ഥലം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഹാർഡ് ഡിസ്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കമ്പാർട്ട്മെൻറ്റും ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നില്ല, ഞാൻ SSD ആണ് യൂസ് ചെയ്യാറ്. സോ എൻ്റെ SSD ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പോവും. 2 SSD നമുക്ക് ബാക്കിൽ തന്നെ മൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ 3 SSD യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു SSD എനിക്ക് ഇതിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും വെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് നമ്മുടെ PSU ഷ്രൗഡാണ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ PSU വരാൻ പോകുന്നത് ബേസിക്കലി. അപ്പം ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ അതിൻ്റെ ഒക്കെ മുന്നേ ഒരു വലിയ പണിയുണ്ട്. ആ പണി എന്താണെന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ PC. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഫുള്ള് പൊടി പിടിച്ച് കിടക്കുന്ന ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയൊരു അഗാരോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു ബ്ലോവർ ഉണ്ട്. അപ്പോൾ ആ ബ്ലോവറാണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യാൻ വന്നത്. ഇവിടെ എവിടെയോ ഉണ്ട്, അത് ആദ്യം തിരഞ്ഞെടുക്കണം. ആ ബ്ലോവർ വെച്ചിട്ട് ഞാനിത് ഫുള്ളൊന്ന് കംപ്ലീറ്റ്ലി ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ പാർട്സ് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ബാക്കി ഇതിൽ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ എന്ന് കാണാം. അപ്പോൾ സംഭവങ്ങളൊക്കെ ഡസ്റ്റ് ചെയ്തെടുത്തു, പൊടിയൊക്കെ തട്ടി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ GPU ഇവിടെ ഉണ്ട്, PSU ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മദർ ബോർഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് മദർ ബോർഡിൻ്റെ കേബിൾസും കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ പഴയ കേസ്. അപ്പോൾ അത് മൊത്തം സ്ട്രിപ്പ് ഡൗൺ ചെയ്തു. ഇനി നമ്മുടെ SSDs അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഈ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് തെർമൽ പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പഴയ കൂളറിൻ്റെ, അതായത് ഈ എയർ കൂളറിൻ്റെ തെർമൽ പേസ്റ്റ് ആണ് ഇതിൻ്റെ മേലെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തെർമൽ പേസ്റ്റ് ക്ലീൻ ചെയ്യണം. തെർമൽ പേസ്റ്റ് ക്ലീൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഐസോപ്രോപ്പിൽ ആൽക്കഹോളാണ്. ഇത് 99% ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യുക. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ AIOയിൽ ഓട്ടോമാറ്റിക്കലി പ്രീ അപ്ലൈഡ് തെർമൽ പേസ്റ്റ് ഉണ്ടാവണം AIOൻ്റെ കൂളറിൻ്റെ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പം അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഈ സെറ്റപ്പ് ഫുള്ള്. അപ്പം ഇതിൻ്റെ ഞാൻ ആദ്യം തെർമോക്കോൾ മാറ്റണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ താഴത്തെ തെർമോക്കോൾ മാറ്റി എനിക്ക് വീഴുമെന്നും ഒരു ചെറിയൊരു ടെൻഷൻ ഇല്ലാതില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തെർമോക്കോൾ എടുത്ത് മാറ്റാം.
അതായത് ഗ്ലാസ് ആയതുകൊണ്ട് പൊക്കാനും നല്ല പേടിയാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ തെർമോക്കോൾ എടുത്ത് മാറ്റി. ഇപ്പം തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഫിനിഷാണ് ഇതിന് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ടോപ്പ് പോർഷൻ ആയിക്കോട്ടെ ബോട്ടം പോർഷൻ ആയിക്കോട്ടെ ഫിനിഷ് നല്ലതാണ്. ഇതിൻ്റെ മേലെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് ഞാനിപ്പോൾ ഊരുന്നില്ല. ഇപ്പോൾ ഊരിയ പണി കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഊരുന്നില്ല. യെസ് ബോയ്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ സെറ്റപ്പ് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ ഇന്നലെ രാത്രിക്ക് തുടങ്ങിയ ബിൽഡാണ്, അത് തീരാൻ ഓൾമോസ്റ്റ് 1 മണിയായി. കാരണം അത്രയും കേബിൾ മാനേജ്മെൻറ്റ് ഉണ്ട്. ഇതിൽ പല ടൈപ്പ് ഫാനുകളുള്ളതുകൊണ്ട് എല്ലാ ഫാനും ഇൻഡിവിജ്വലായിട്ട് കണക്ട് ചെയ്യണം. പിന്നെ നമ്മളൊരു ഡേസി ചെയിൻ മെത്തേഡാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേസി ചെയിൻ എന്ന് പറയുമ്പം ഒരു ഫാനിൽ നിന്ന് അടുത്ത ഫാനിലേക്ക് ലിങ്ക് ചെയ്യും, അടുത്ത ഫാനിൽ നിന്ന് അടുത്ത ഫാനിലേക്ക്, പിന്നെ ഡയറക്റ്റ് മദർ ബോർഡിലേക്ക് ലിങ്ക് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കളർ സ്കീമും കാര്യങ്ങളൊക്കെ മദർ ബോർഡിനനുസരിച്ച് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ PC കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ റെഡിയായി വന്ന PC. സോ ഇതിൽ നിങ്ങൾക്ക് കാണുന്ന മാതിരി ഇവിടെ 3 ഫാൻ കാണാം, അതേപോലെ തന്നെ മേലൊരു റേഡിയേറ്ററും പ്ലസ് 3 ഫാനും കാണാം. ഇവിടെയും ഒരു ഫാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ മൊത്തം 4 ഫാനും പിന്നെ റേഡിയേറ്ററിൻ്റെ 3 ഫാനുമാണ്. അതേമാതിരി തന്നെ കൂളിങ്ങിന് നമ്മൾ AIO ഫിറ്റ് ആക്കിയിട്ടുണ്ട്. സോ AIOൻ്റെ ഇവിടെ ടെമ്പറേച്ചർ ഡിസ്പ്ലേ വരുന്നൊരു AIO ആണ്. അതേപോലെ തന്നെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ GPU ആണ്. GPUൻ്റെ ലൈറ്റ് നമ്മൾ മദർ ബോർഡായിട്ട് സിങ്ക് ആയ കാരണം ടോട്ടലി നമുക്ക് സിങ്കായി കിട്ടും. പ്ലസ് നമ്മൾ അകത്തൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ഐക്കിയെന്ന് വാങ്ങിയൊരു പ്ലാന്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ബേസിക് ഒരു എസ്തെറ്റിക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മൗസ് പാഡും കീബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കളർ കറക്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിളിൻ്റെ ലൈറ്റിങ്ങും നമ്മൾ അതിനനുസരിച്ച് മാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കി ലൈറ്റിങ്ങും. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഫുൾ സെറ്റപ്പിൻ്റെ ഒരു മോണ്ടാജ് കാണിച്ചു തരാം. എന്തൊക്കെ കോമ്പണൻസ് ഉള്ള ഫുള്ളായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതായിരുന്നു നമ്മുടെ PC ബിൽഡ്. അപ്പോൾ ഇതാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത്. ഇത് അപ്ഗ്രേഡ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് ഈ ടേബിളും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് മാറ്റണമെന്നുണ്ട്. ഈ L ഷേപ്പ് മാറ്റിയിട്ടൊരു ഐക്കിയേൻ്റെ ഒരു പ്രോപ്പർ കുറച്ച് സൈസ് വലുതായിട്ടുള്ളൊരു ടേബിൾ എടുക്കണമെന്നുണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് നമ്മളിപ്പോൾ കീബോർഡ്, മൗസ്, എന്താ പറയുക, നമ്മുടെ ക്യാബിനറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈറ്റ് ആക്കി. പിന്നെ അതേപോലെ നമ്മുടെ മൗസ് പാഡ് മാറ്റി. ഇനി ബാക്കി കോമ്പണൻസ് എന്തൊക്കെ വൈറ്റ് ആക്കാൻ പറ്റുമോ അതൊക്കെ വൈറ്റ് ആക്കണം. സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. സോ ഇതുവരെ കണ്ടതിന് താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.